ഫ്രീക്കൻ പേടിച്ച് ടൈം ഔട്ട് ആക്കല്ലേ. എടാ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഫ്രീക്കൻ്റെ ഒറിജിനൽ ഐ ഡി ഇട്ടുണ്ടോ എന്ന് ഇവിടെ നിൽക്കാവോ? അപ്പം നിന്നെ ടൈം ഔട്ട് അടിക്കില്ല. ഓക്കെ ആണോ? നിന്റെ ഒറിജിനൽ ഐ ഡി വന്നിട്ട് നീ സംസാരിച്ച് കഴിഞ്ഞാൽ നിന്നെ ടൈം ഔട്ട് അടിക്കത്തില്ല. നിന്നെ ഇവിടെ നിർത്തി സംസാരിപ്പിക്കും. ധൈര്യം ഉണ്ടോ നിനക്ക്? ധൈര്യം ഉണ്ടെങ്കിൽ നിന്നെ ഇവിടെ നിർത്താം. ഇല്ലാതെ ഈ ഫേക്ക് ഐ ഡി ഇട്ടുകൊണ്ട് വന്നിട്ട് നിന്നെ പേടിയാന്ന് പറഞ്ഞത് എവിടത്തെ ന്യായവാടാ? എന്ത് ഡയലോഗാ നീ അടിക്കുന്നത്? ഫേക്ക് ഐ ഡി ഇട്ടുകൊണ്ട് വന്നിട്ട് നിന്നെ എന്ത് കാര്യത്തിന് ഞങ്ങൾക്ക് പേടിക്കുന്നത്? ഒരു പേടിയില്ല. നീ ഒറിജിനൽ ഐ ഡി ഇട്ടുകൊണ്ട് വന്നിട്ട് സംസാരിക്കുക. എന്നെ പേടിയാണോ എന്ന് നീ ചോദിക്കുക, അപ്പം പറയാം. ഈ ഫേക്ക് ഐ ഡി ഇട്ടുകൊണ്ട് വന്നിട്ട് എന്നെ പേടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരർത്ഥവും ഇല്ല. ചോദിക്കുന്ന ചോദ്യത്തിൽ യാതൊരർത്ഥവും ഇല്ല. അതിലൊരർത്ഥം വരണമെങ്കിൽ എന്ത് ചെയ്യണം? മോൻ്റെ ഒറിജിനൽ ഐ ഡി ഇട്ട് വന്ന് സംസാരിക്കണം. എന്നെ പേടിയാണോ എന്ന് ചോദിച്ച് നിന്റെ ഫോട്ടോ ഇട്ടിട്ട് വേണം സംസാരിക്കും. അപ്പം നമുക്ക് ആലോചിക്കാം. അപ്പം ഞങ്ങൾ പറയും പേടിയാണെങ്കിൽ അയ്യോ എനിക്ക് പേടിയാണ്, പേടിയില്ലെങ്കിൽ നിന്നെ ഒരു പേടിയില്ലെന്ന് പറയും. അപ്പം ഫ്രീക്ക എന്താന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ഒരു മറുപടി പറയും. അപ്പം നമുക്ക് ആലോചിക്കാം ഫ്രീക്കൻ. അവന് വന്ന ഉടനെ തന്നെ അവന് തെറി പറയാനേ പറ്റുള്ളൂ. എന്നിട്ട് പിന്നെ പേടിച്ച് ടൈം ഔട്ട് അടിക്കില്ല എന്നാ പറയണത്. ഈ തന്തയില്ലാത്തവന്മാരെയൊക്കെ ആർക്കാ പേടിയുള്ളത്? തന്തയുള്ള ഒരുത്തന്മാരും ഇങ്ങനത്തെ വൃത്തികേട് ചെയ്യത്തില്ല. തന്തയില്ലാത്തവന്മാരെ ഇങ്ങനത്തെ തരം കാണിക്കത്തുള്ളൂ. അച്ഛനും അമ്മയും കൂട്ടി വളർത്തിയ മക്കളാരും ഇതുപോലത്തെ വൃത്തികെട്ട ചെറ്റത്തരം കാണിക്കത്തില്ല. ഇത് മറ്റുള്ളവരെ ചെറ്റ പൊക്കുന്നതിന് ഉപരിയായിട്ടുള്ള വൃത്തികെട്ട പരിപാടിയാണ് ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വരുന്നത്.